ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC റാങ്ക് ഹണ്ടർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഹരണ നിയമങ്ങളാണ്. ഒരു സംഖ്യ തന്ന് അതിനെ ഇപ്പോൾ 11 കൊണ്ട് ഹരിക്കാൻ കഴിയോ അല്ലെങ്കിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് തന്ന് 11ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഹരണ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഹരണ നിയമങ്ങളെ കുറിച്ചാണ്. 2 മുതലുള്ള ഹരണ നിയമങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടെന്ന്. അപ്പം ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് 2 എന്ന സംഖ്യ. ഫസ്റ്റ് തന്നെ 2 തുടങ്ങാം. അപ്പൊ 2 എന്ന സംഖ്യ, അതായത് 2ന്റെ ഗുണിതങ്ങൾ, അതായത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത്. ഏറ്റവും ചെറിയ സംഖ്യ 2. അപ്പൊ 2ന്റെ ഗുണിതങ്ങൾ എല്ലാം എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യയും, ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം അത് ഇരട്ട സംഖ്യ ആയാൽ അത് 2ന്റെ ഗുണിതമായിരിക്കും. അതിന് ആ സംഖ്യ 2 കൊണ്ട് വിഭജിക്കാൻ കഴിയുമെന്നാണ് അർത്ഥം. ഏതൊരു സംഖ്യ, ഇപ്പൊ എക്സാമ്പിൾ 148, ഇത് അവസാന സംഖ്യ ഇരട്ട സംഖ്യ. ഇനിയിപ്പം 2576, ഈ സംഖ്യ അവസാന സംഖ്യ ഇരട്ട സംഖ്യയാണ്. അപ്പൊ എന്ത് ചെയ്യാം? 2 കൊണ്ട് വിഭജിക്കാൻ കഴിയും. അവസാനത്തെ അക്കം ഇരട്ട സംഖ്യ ആയാൽ അത് 2ന്റെ ഗുണിതമായിരിക്കും, അല്ലെങ്കിൽ 2 കൊണ്ട് ഭാഗിക്കാൻ കഴിയും എന്നാണ് അർത്ഥം. ഇനി കൂടാതെ അടുത്ത സംഖ്യ 1570 നോക്കാം. അപ്പൊ ഇതിന്റെ അവസാനത്തെ ആക്കിയ 0 അല്ല അക്കം. അപ്പം അവസാനത്തെ അക്കം 0 ആയിരുന്നു. ഈ 1570 2 കൊണ്ട് വിഭജിക്കാൻ കഴിയും. നോക്കാം നമുക്ക്. 2 കൊണ്ട് വിഭജിച്ചാൽ എങ്ങനെ കിട്ടുക? 7 2 14, 1 ശിഷ്ടം 17, 8 2 16, 1 ശിഷ്ടം 5 2 10. അത് 1570നെയും 2 കൊണ്ട് വിഭജിക്കാൻ കഴിയും. അതായത് അവസാനത്തെ അക്കം ഒന്നുകിൽ 0 വരിക, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വന്നാൽ അത് 2ന്റെ ഗുണിതമായിരിക്കും, അല്ലെങ്കിൽ 2 കൊണ്ട് വിഭജിക്കാൻ കഴിയും എന്നാണ് അർത്ഥം. അടുത്ത നമുക്ക് 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3ന്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു സംഖ്യ, അതായത് 1212 എന്ന സംഖ്യ, ഇത് 3ന്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടി ഇതിന്റെ അക്കത്തുക കാണുക. അക്കത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 2 + 1 + 2. ഇത് എല്ലാ അക്കങ്ങളും, ഒരു സംഖ്യയിലുള്ള എല്ലാ അക്കങ്ങളും തമ്മിൽ കൂട്ടുക. അപ്പൊ എത്ര കിട്ടുക? 1നെ 2 കൊണ്ട് കൂട്ടിയ 3, 3 3 4, 4 2 6. 6 അല്ലേ? ഈ 6 എന്ന സംഖ്യ, അതായത് ഈ അക്കത്തുക 3ന്റെ ഗുണിതമല്ലേ? 6 എന്നത് 3ന്റെ ഗുണിതമാണ്. അപ്പൊ ഈ സംഖ്യ എന്തായിരിക്കും? 3ന്റെ ഗുണിതമായിരിക്കും. അടുത്തത് മറ്റൊരു സംഖ്യ നോക്കാം. 459 എന്ന സംഖ്യ. ഇത് 3ന്റെ ഗുണിതമാണോ നോക്കാൻ വേണ്ടി ഇതിന്റെ അക്കത്തുക കാണുക. അതായത് 4ഉം 5ഉം 9, 9ഉം 9ഉം 18. 18 എന്ന സംഖ്യ, ഈ 18ന്റെ അക്കത്തുക കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 1 8 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 9 കിട്ടും. 1 8 കൂടി കൂട്ടിയാൽ 9 കിട്ടും. 9 3ന്റെ ഗുണിതമാണ്. അപ്പോ 459 3ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഓപ്ഷനിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനില് ഒരു 4 ഓപ്ഷൻ തരും. എന്നിട്ട് 3ന്റെ ഗുണിതങ്ങൾ ഇത് കൂടുതൽ വലിയ സംഖ്യകൾ തരും. 4ഉം 5ഉം ഡിജിറ്റുള്ള നമ്പേഴ്സ് ഒക്കെ തരും. അപ്പോഴും അതിന്റെ അക്കത്തുക കാണുക. അക്കത്തുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അക്കം ആവുന്നവരെ നമുക്ക് കാണാം. അതായത് ഇപ്പൊ 3 അക്കങ്ങളാണ് ഇവിടെ, 3ഉം കൂട്ടി പിന്നെ അടുത്തത് കാണാം. അങ്ങനെ ഒരൊറ്റ സംഖ്യയായി വരുന്നത് വരെ അതിന്റെ അക്കത്തുക എന്ന് പറയുന്നത് കാണുക. അത് 3ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും. ഇനി ഒരു സംഖ്യ 4ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടി, ആ സംഖ്യ 4ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടി, അതായത് 1200, അല്ലെങ്കിൽ ഇപ്പൊ അടുത്തത് 1540, ഇവയൊക്കെ 4ന്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടി തന്നിരിക്കുന്ന സംഖ്യകളുടെ അവസാനത്തെ 2 അക്കങ്ങളാണ്. അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുക. എന്നിട്ട് ഇവ ഒന്നുകിൽ 2 0 ആവണം. അവസാനത്തെ സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 0 ആണെങ്കിൽ അത് 4ന്റെ ഗുണിതമായിരിക്കും. അവസാനത്തെ 2 അക്കങ്ങൾ ഇവിടെ 0 അല്ല, അപ്പൊ ഇത് 4ന്റെ ഗുണിതമായിരിക്കും. ഇനി അടുത്തത് അവസാനത്തെ 2 അക്കങ്ങൾ ഇത് 4ന്റെ ഗുണിതമാണെങ്കിൽ, ഈ 40 എന്നത് 4ന്റെ ഗുണിതമല്ലേ? അപ്പൊ 40 4ന്റെ ഗുണിതമായത് അതും 4ന്റെ ഗുണിതമായിരിക്കും. ഈ സംഖ്യയും 4ന്റെ ഗുണിതമാണ് എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഒരു സംഖ്യ അത് 4ന്റെ ഗുണിതമാണെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ 4ന്റെ ഗുണിതം ആയിരിക്കും. ഓക്കെ, ഇനി 5നെ കൊണ്ട് ഭാഗിക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യുക? ഏതൊരു സംഖ്യയും 5നെ കൊണ്ട് ഭാഗിക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ അവസാന അക്കം ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 5 ആയിരിക്കും. അവസാന അക്കം 0 അല്ലെങ്കിൽ 5 വന്നാൽ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 5ന്റെ ഗുണിതമായിരിക്കും, അല്ലെങ്കിൽ 5 കൊണ്ട് ഭാഗിക്കാൻ കഴിയും എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അപ്പോൾ അടുത്തത് 6ന്റെ ഡിവിസിബിലിറ്റി ആണ് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യ, ആ സംഖ്യയെ 6 കൊണ്ട് വിഭജിക്കണമെങ്കിൽ നമ്മൾ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ സംഖ്യയുടെ അക്കത്തുക കാണുക. 3ന്റേത് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് 6ന്റേതും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ സംഖ്യയുടെ അക്കത്തുക കണ്ടിട്ട് അത് 3ന്റെ ഗുണിതമാണെങ്കിൽ അതിനെ 6 കൊണ്ട് വിഭജിക്കാൻ കഴിയും. കൂടാതെ ഒന്നുകൂടെ ഉണ്ട്, അതിന്റെ അവസാന സംഖ്യ എന്താവണം? ഇരട്ട സംഖ്യ ആവണം. ആദ്യം ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കുക, അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അതിന്റെ അക്കത്തുക കാണുക. അക്കത്തുക 3ന്റെ ഗുണിതമാണെങ്കിൽ അതിനെ 6 കൊണ്ട് വിഭജിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ തന്ന എക്സാമ്പിളിൽ ആദ്യത്തേതിന്റെ അക്കത്തുക കാണുക. 1ഉം 5ഉം 6, 6ഉം 4ഉം 10, 10ഉം 8ഉം 18. 18 എന്ന് പറഞ്ഞാൽ ഇനി ഇതിന്റെ തുക കാണാം. 1ഉം 8ഉം എത്ര? 9. 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമല്ലേ? 9 എന്ന സംഖ്യ 3ന്റെ ഗുണിതമാണ്. കൂടാതെ എന്താണ് ഇവിടെ 4 എന്നത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പൊ 1584 എന്ന് പറഞ്ഞ സംഖ്യ 6ന്റെ ഗുണിതമായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഈ സംഖ്യയുടെ അക്കത്തുക കാണാം. ആദ്യം 9ഉം 8ഉം 17, 17ഉം 5ഉം എത്രയാണ്? 22, 22ഉം 8ഉം 30 അല്ലേ? അപ്പൊ 30 എന്ന സംഖ്യയുടെ അക്കത്തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 0 3 തന്നെ. 3ന്റെ ഗുണിതമാണ്. അവസാന സംഖ്യ ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഈ സംഖ്യ എന്താണ്? 6ന്റെ ഗുണിതം ആണ്. അടുത്തത് നോക്കുന്നത് 7ന്റെ ഹരണ നിയമം ആണ്. അപ്പോ 2835 എന്ന് പറയുന്ന ഈ നമ്പർ 7ന്റെ ഗുണിതമാണോ എന്നെങ്ങനെയാ ചെക്ക് ചെയ്യാം? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ അവസാനത്തെ അക്കം എടുക്കുക. എത്രയാണ് അവസാനത്തെ അക്കം? 5 അല്ലേ? എന്നിട്ട് ഈ 5 അതിന്റെ ആദ്യ ഭാഗമാണ്. അവസാനത്തെ അക്കം ഒഴിച്ചിടുക. എന്നിട്ട് ഈ ഭാഗത്തിൽ നിന്നും ഈ 5ന്റെ ഇരട്ടി കുറയ്ക്കുക. അതായത് ആദ്യ ഭാഗം 283, എന്നിട്ട് 5ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. 10 കുറച്ച് എത്ര കിട്ടുക നമുക്ക്? 273 ആണ് കിട്ടുക. അപ്പൊ ഇതും കുറച്ച് വലിയ സംഖ്യയല്ലേ? അപ്പൊ അതിനെ വീണ്ടും ലഘൂകരിക്കുക. അതായത് 273നെ അതിന്റെ അവസാനത്തെ അക്കമായ 3ന്റെ ഇരട്ടി എടുക്കുക. എന്നിട്ട് ആദ്യ ഭാഗമായ 27 കുറച്ച് എഴുതുക. അതായത് 27ൽ നിന്നും എന്ത് കുറയ്ക്കാം? 3ന്റെ ഇരട്ടി കുറയ്ക്കുക. അതായത് 6 കുറയ്ക്കുക. അപ്പൊ എത്ര നമുക്ക് കിട്ടുക? 21. 21 എന്ന സംഖ്യ 7ന്റെ ഗുണിതല്ലേ? അതായത് 3 7 ആണെന്ത്? 21. അതായത് 2835 എന്ന സംഖ്യ 7ന്റെ ഗുണിതം ആണ് എന്നാണ് അർത്ഥം. ഇതൊന്നുകൂടെ പറയാം. അതായത് ഒരു സംഖ്യ തന്ന് അത് 7ന്റെ ഗുണിതമാണോ എന്നറിയാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ അവസാന സംഖ്യ നോക്കുക. അതെത്രയാണോ അതിന്റെ ഇരട്ടി എടുത്തിട്ട് ആദ്യ ഭാഗത്തിൽ നിന്നും അത് കുറയ്ക്കുക. എന്നിട്ട് കുറച്ച് കിട്ടുന്നത് വലിയ സംഖ്യ ആണെങ്കിൽ ലഘൂകരിക്കുക, അല്ലെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്യുക. 7ന്റെ ഗുണിതമാണെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ സംഖ്യയാണ് തന്നതെങ്കിൽ അതിനെ വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ 7ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. അതായത് ഈ സംഖ്യ, അങ്ങനെ ഒരു സംഖ്യ തന്നു, അത് 7ന്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? അപ്പൊ അവസാനത്തെ അക്കം എടുക്കുക. അവസാനത്തെ അക്കം എത്രയാണ്? 3. 3 എന്ന സംഖ്യയുടെ ഇരട്ടി കാണാം. 6 അല്ലേ 3ന്റെ ഇരട്ടി. എന്നിട്ട് ഇതിന്റെ ആദ്യ ഭാഗമായ 839ൽ നിന്നും ഈ 3ന്റെ ഇരട്ടി കുറയ്ക്കുക. അതായത് 839 മൈനസ് 6 എത്ര കിട്ടുക? 833. ഇത് കുറച്ച് വലിയ സംഖ്യയല്ലേ? എന്താ വെച്ചാൽ 7ന്റെ ഗുണിതം കാണിക്കുക, നമുക്ക് ഹരിച്ചു നോക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഇതിനെ വീണ്ടും ചെയ്യുക. അതായത് അവസാനത്തെ അക്കം 3 ആണ്. എന്നിട്ട് ഈ 83ൽ നിന്നും ഈ 3ന്റെ ഇരട്ടി കുറയ്ക്കുക. അതായത് 83 കുറയ്ക്കണം 6 എത്ര കിട്ടുക? 83ൽ നിന്നും 6 കുറച്ചാൽ 77 ആണ്. 7 വന്നാൽ തന്നെ നമുക്കറിയാം അത് 7ന്റെ ഗുണിതമായിരിക്കും എന്നറിയാം. അപ്പം ഈ സംഖ്യ 8393 എന്ന സംഖ്യ എന്താണ്? 7ന്റെ ഗുണിതമാണ്.
അപ്പൊ നമുക്ക് അടുത്തത് ഇനി 8ന്റെ ഹരണ നിയമം നോക്കാം. അടുത്തത് നമ്മൾ 8ന്റെ ഹരണ നിയമമാണ് നോക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ തന്ന് അത് 8ന്റെ ഗുണിതമാണോ അല്ലെങ്കിൽ 8 കൊണ്ട് വിഭജിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ആ സംഖ്യയുടെ 8ന്റെ ഹരണ നിയമം ആദ്യം പറയാം. ഒരു സംഖ്യ 8ന്റെ ഗുണിതം ആയാൽ അതിന്റെ അവസാന അക്കങ്ങൾ ഒന്നുകിൽ 0 ആയിരിക്കും. അവസാന 3 അക്കങ്ങളെ നമ്മൾ അവസാന 3 അക്കങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ അവസാന 3 അക്കങ്ങൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമായിരിക്കും. അതായത് 008 അല്ലെങ്കിൽ 016 അല്ലെങ്കിൽ 024 ഇങ്ങനെയൊക്കെ ഇങ്ങനെ എന്ത് വരിക? 8ന്റെ ഗുണിതമായിട്ട് വരിക. ഇങ്ങനെ വന്നാലാണ് ഒരു സംഖ്യ എന്താവുക? 8ന്റെ ഗുണിതമായി വരിക. അതായത് അപ്പോൾ നമുക്ക് 2 ഉദാഹരണങ്ങൾ നോക്കാം 8ന്റെ ഗുണിതമാണോ എന്നറിയാനുള്ള. അപ്പോൾ ഇവിടെ ഈ സംഖ്യ അത് 8ന്റെ ഗുണിതമാണോ എന്നറിയാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് അവസാനത്തെ 3 അക്കങ്ങളാണ്. അവസാനത്തെ 3 അക്കങ്ങൾ 0 വന്നത്. അതുകൊണ്ട് എന്താണ്? ഈ സംഖ്യ 8ന്റെ ഗുണിതമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. എങ്ങനെ? 24,000 എന്ന സംഖ്യയിൽ ഈ സംഖ്യ 8 കൊണ്ട് വിഭജിച്ചാൽ എങ്ങനെയാ കിട്ടുക? 8 കൊണ്ട് വിഭജിച്ചാൽ 24 എത്ര കിട്ടും? 3 8 24 എന്ന് പറയുന്നത്. ബാക്കി 0 അല്ലേ? 0 ആണ്. അതുകൊണ്ട് ഇത് 8ന്റെ ഗുണിതമാണെന്ന് അറിയാം. ചെയ്തു നോക്കേണ്ടതില്ല. അവസാനത്തെ 3 അക്കങ്ങൾ നോക്കുക. അത് 0 ആണെങ്കിൽ അതെന്തായിരിക്കും? 8ന്റെ ഗുണിതം ആയിരിക്കും. ഇനി അടുത്തത് മറ്റൊരു സംഖ്യ നോക്കാം. അവസാനത്തെ 3 അക്കങ്ങൾ നോക്കിയപ്പോ എന്താ? 0 2 4. ഈ 24 എന്ന സംഖ്യ എന്താണ്? 8ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ? 24 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം 0 വന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്കം എന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ മൊത്തം സംഖ്യ എന്താണ്? 8ന്റെ ഗുണിതമാണ്. അപ്പോൾ ഒരു സംഖ്യയെ 8 കൊണ്ട് വിഭജിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന്റെ അവസാനത്തെ 3 അക്കങ്ങൾ നോക്കുക. അത് 0 ആണെങ്കിൽ അത് 8ന്റെ ഗുണിതമായിരിക്കും. ഇനി അതിനെ 8 കൊണ്ട് വിഭജിക്കാൻ കഴിയും എന്ന് മനസ്സിലാവും. ഇനി കൂടാതെ അവസാന അക്കങ്ങൾ 8ന്റെ ഗുണിതങ്ങളായി വരിക. അതായത് 8 16 24 അങ്ങനെ വരികയാണെങ്കിലും അതിനെ ആ ടോട്ടൽ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് വിഭജിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. അപ്പൊ അടുത്തത് നോക്കുന്നത് 9ന്റെ ഗുണിതമാണോ അല്ലെങ്കിൽ 9 കൊണ്ട് വിഭജിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 3ന്റേത് നമ്മൾ നോക്കി. അത് 3ന്റെ ഗുണിതമാണോന്ന് അറിയാൻ എന്താ ചെയ്തത്? അക്കത്തുക കണ്ട്. 6ന്റെ ഗുണിതമാണോന്ന് അറിയാനും അക്കത്തുക കാണുകയാണ് ചെയ്തത്. ഇനി 9ന്റെ ഗുണിതമാണോ എന്നറിയാൻ വേണ്ടിയിട്ടും അക്കത്തുക കാണുക. എന്നിട്ട് അത് 9ന്റെ ഗുണിതമായിരിക്കണം. സംഖ്യയുടെ അക്കത്തുക കാണുക. എന്നിട്ട് ആ അക്കത്തുക 9ന്റെ ഗുണിതമാണോ എന്നാണ് അറിയേണ്ടത്. അതായത് ഈ സംഖ്യയിൽ എന്താണ് അക്കത്തുക എന്ന് പറയുന്നത്? 5 + 6 + 7 എത്ര കിട്ടാ? 5 ഉം 6 ഉം 11, 11 ഉം 7 ഉം 18. 18 ഒന്നുകൂടി എത്ര? 1 ഉം 8 ഉം 9. 9 എന്നത് 9ന്റെ ഗുണിതമാണ്. അപ്പോൾ ഈ 567 എന്ന സംഖ്യ 9ന്റെ ഗുണിതമാണ്. അടുത്തത് ഒരു ഉദാഹരണം കൂടെ നോക്കാം. 342. 342 എന്ന സംഖ്യയിൽ അക്കത്തുക 3 ഉം 4 ഉം 7, 7 ഉം 2 ഉം 9. 9 എന്നതാണ് അക്കത്തുക. അതുകൊണ്ട് തന്നെ 342 എന്താണ്? 9ന്റെ ഗുണിതമാണ്. അടുത്തത് നമ്മൾ 10ന്റെ ഡിവിസിബിലിറ്റി അറിയാൻ. 10ന്റെ ഗുണിതം എല്ലാവർക്കും അറിയാം. അവസാന അക്കം 0 ആയാൽ എന്തായിരിക്കും? ആ സംഖ്യയെ 10 കൊണ്ട് വിഭജിക്കാൻ കഴിയും എന്നാണ് അർത്ഥം. ഏതൊരു സംഖ്യ തന്നാലും അതിന്റെ അവസാന അക്കം 0 ആയാൽ ആ സംഖ്യ എന്ത് ചെയ്യാം? 10 കൊണ്ട് നമുക്ക് ഭാഗിക്കാൻ കഴിയും. ഓക്കെ. അടുത്ത നമ്മൾ നോക്കുന്നത് 11ന്റെ ഹരണ നിയമം ആണ്. അപ്പൊ 11ന്റെ ഹരണ നിയമം എങ്ങനെയാണ് കാണുക? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നിടവിട്ട സംഖ്യകൾ നോക്കുക. ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 7 ഉം 9 ഉം 8 ഉം 8 ഉം. ഈ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കാണുക. അതായത് 7 + 9 കാണുക, 8 + 8 കാണുക. 7 + 9 16, 8 + 8 16. ഈ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കണ്ടതിന് ശേഷം ഇവയുടെ വ്യത്യാസം ചെയ്യുക. 16 കുറച്ച് എത്രയ്ക്കും കിട്ടുക? 0 ആണ്. ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കാണുക, എന്നിട്ട് അവയുടെ വ്യത്യാസം ചെയ്താൽ എത്രയാ? അതായത് 16 - 16 ആണ് എന്ത്? 0 അല്ലേ? അപ്പൊ ഒരു സംഖ്യ തന്ന് അത് 11ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഒന്നിടവിട്ട സംഖ്യയുടെ തുക കണ്ട് അവയുടെ വ്യത്യാസം കണ്ട് ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആവണം, അല്ലെങ്കിൽ 11 ആയാൽ 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായാൽ ആ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് വിഭജിക്കാൻ കഴിയും എന്നാണ് അർത്ഥം. അതായത് ഇവിടെ പറയാം, ഒരു സംഖ്യ, അപ്പൊ എത്ര വലിയ സംഖ്യ ആയാലും ആ സംഖ്യയെ 11ന്റെ ഗുണിതമാണോ അല്ലെങ്കിൽ 11 കൊണ്ട് ഭാഗിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കാണുക. ആദ്യം ഒന്നിടവിട്ട സംഖ്യയുടെ തുക കാണുക, എന്നിട്ട് അവയുടെ വ്യത്യാസം കാണാം. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11, 11ന്റെ ഗുണിതമോ, 22 വരാം, 33 വരാം, ഏത് വേണേ വരാം. അങ്ങനെ 11, 11ന്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് ഭാഗിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ ഭാഗത്തുനിന്നും കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. അപ്പോൾ ഹരണ നിയമങ്ങളിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് ചോദ്യം? 33 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്നാ ചോദിച്ചത്. 33 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? അപ്പൊ എല്ലാ സംഖ്യയും 33 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ടൈം വേണ്ട കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യാം? 33 എന്ന സംഖ്യ നമുക്ക് അതിനെ എങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റുക? 33 എന്ന സംഖ്യയെ നമുക്ക് 3 × 11 എന്ന് എഴുതിക്കൂടെ? 3 × 11 ആണ് എന്ത്? 33. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3ന്റെ ഗുണിതവും 11ന്റെ ഗുണിതവുമായി വരുന്ന സംഖ്യകളെ കാണണം. അപ്പൊ നമുക്ക് 3ന്റെ ഗുണിതമായി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സംഖ്യയുടെ അക്കത്തുക കണ്ട് അത് 3ന്റെ ഗുണിതമായാൽ, അക്കത്തുക 3ന്റെ ഗുണിതമായാൽ അതും ആ സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം അത് നോക്കുക. ഓപ്ഷൻ എ എന്താണ്? 2135. ഇത് 3ന്റെ ഗുണിതമാണെന്ന് അറിയാൻ അക്കത്തുക കാണണം. 2 ഉം 1 ഉം 3, 3 ഉം 3 ഉം 6, 6 ഉം 5 ഉം 11. 11 എന്നത് 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പൊ ഓപ്ഷൻ എ കട്ട് ചെയ്യാം. അപ്പം ഇത് 33ന്റെയും ഗുണിതമായിരിക്കൂല. അടുത്തത് 2145. അത് 3ന്റെ ഗുണിതമാണ് അറിയാൻ അക്കത്തുക കാണുക. 2 ഉം 1 ഉം 3, 3 ഉം 4 ഉം 7, 7 ഉം 5 ഉം 12. 12 3ന്റെ ഗുണിതമാണ്. അപ്പൊ ഓപ്ഷൻ അവിടെ വയ്ക്കാം. ഇനി അടുത്തത് 2560. ഈ 3ന്റെ ഗുണിതമായത് 11ന്റെ ഗുണിതവും കൂടെ ആകണം. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ ബി തന്നെ ചെയ്ത് നോക്കാം. എങ്ങനെ 11ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് 11ന്റെ ഗുണിതമാവാൻ എന്താ ചെയ്യുക? ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കാണാം. അതായത് ഈ 2145 എന്ന സംഖ്യയില് ഇത് 3ന്റെ ഗുണിതമാണ്. ഇനി 11ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കാണാറ് 2ഉം 4ഉം 6ആണ്. 1ഉം 5ഉം 6. അതായത് അതിന്റെ അക്കത്തുകയല്ല, ഒന്നിടവിട്ട സംഖ്യയുടെ തുകയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ 11ന്റെ ഹരണ നിയമം പഠിച്ചതാണ്. ഒന്നിടവിട്ട സംഖ്യയുടെ തുക കണ്ട് അവയുടെ വ്യത്യാസം കാണുമ്പോൾ ആ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായാൽ ആ സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് 11ന്റെ ഗുണിതമായിരിക്കും. അതുകൊണ്ട് ഈ 2145 എന്ന് പറയുന്ന സംഖ്യ അത് 3ന്റെ ഗുണിതവുമാണ്, 11ന്റെ ഗുണിതവുമാണ്. അതുകൊണ്ട് തന്നെ അത് 33 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. എക്സാമിന് നിങ്ങളെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനി നമുക്ക് മറ്റേ ഓപ്ഷൻസ് കൂടെ നോക്കാം. അതായത് 2ഉം 5ഉം 7, 7ഉം 6ഉം 13. 13 എന്ന സംഖ്യ 3ന്റെ ഗുണിതമില്ല. അപ്പൊ ആദ്യം അത് കട്ട് ചെയ്യാം. അടുത്ത സംഖ്യ 2385. 2ഉം 3ഉം 5, 5ഉം 5 10, 10ഉം 8ഉം 18. അപ്പൊ 2385 എന്ന സംഖ്യ എന്താണ്? 3ന്റെ ഗുണിതമാണ്. ഇനി അടുത്തത് അത് 11ന്റെ ഗുണിതമാണോ എന്നറിയാൻ എന്ത് ചെയ്യണം? അവയുടെ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകയാണ്. അതായത് 2ഉം 8ഉം കൂട്ടുക, 5ഉം 3ഉം കൂട്ടുക. അപ്പൊ എങ്ങനെ കിട്ടും? 2ഉം 8ഉം 10, 5ഉം 3ഉം 8. 2 അല്ല ഉത്തരം വരുന്നത്. 0 അല്ല, 11ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ ഈ 2385 എന്തല്ല? 11ന്റെ ഗുണിതമല്ല. 3ന്റെയും 11ന്റെയും ഗുണിതമായി വരുന്ന ഒരേ ഒരു ഓപ്ഷനാണ് ഏത്? ബി, 2145. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹരണ നിയമങ്ങളാണ്. അപ്പോൾ 2 മുതൽ നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ട ഹരണ നിയമങ്ങൾ, അതായത്
11 വരെയുള്ളതാണ് നമുക്ക് ചോദിക്കുക. അപ്പോൾ എല്ലാ ഹരണ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.